ഈ വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശമൊക്കെ യു ഡി എഫിൻ്റെ ഈ ഒരു പ്രചാരണം അല്ല, വെള്ളാപ്പള്ളിക്ക് സത്യത്തിൽ നല്ലൊരു പൂമാല കൊണ്ട് കൊടുക്കണം യു ഡി എഫ് ലീഡേഴ്സ്. ഈ തെരഞ്ഞെടുപ്പിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ ആ സൗകര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം തന്നെയാണ്. പിണറായിക്ക് നേർക്ക് നേരെ പറയാൻ കേരളത്തിലെ ജനങ്ങളോട് കഴിയാത്ത പച്ചവർഗീയത പിണറായിയെ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഈ പറയുന്ന SNDP യോഗം ചെയർമാൻ എന്ന് പറയുന്ന വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിച്ചതാണ്. അതൊരിക്കലും ഒരാളും അതൊരു വെള്ളാപ്പള്ളിയുടെ നാവായിട്ടോ വാക്കായിട്ടോ അത് കേരളത്തിലെ പൊതുസമൂഹം കാണുന്നില്ല. അത് പിണറായിയുടെ വാക്കായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായത്. മറ്റൊരു കാര്യം, ഇപ്പോൾ താങ്കൾ ഇതിനു മുമ്പ് UDF ഭാഗമാകുന്നുള്ള ചർച്ചകൾ വന്നപ്പോൾ ചില കോൺഗ്രസ് നേതാക്കളടക്കം അതിൽ അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്ത് ഈ ആര്യാണി ഷൗക്കത്ത് അടക്കമുള്ള ആളുകളുണ്ട്. അവരുമായി ഇനി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അല്ല, തൃപ്തി അതൃപ്തി ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് എന്തൊക്കെ എല്ലാം നമ്മൾ തൃപ്തരാണ് അല്ലല്ലോ. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടൊരു സമൂഹത്തിൽ ഉണ്ടാവുന്നത്. അതിനൊക്കെ ആ രീതിയിൽ കണ്ടാൽ മതി. UDF ലീഡർഷിപ്പ് പറഞ്ഞാൽ എവിടെയും മത്സരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനറായിട്ടോ ഒരു പ്രവർത്തകനായിട്ടോ UDF കൂടെ ഉണ്ടാവും. പിണറായിസത്തെ താഴെ ഇറക്കുക, കേരളത്തെ രക്ഷിക്കുക. കേരളത്തിനുണ്ടായിരുന്ന ഒരു പൊതുമുഖം എന്ന് പറയുന്നത് ഒരു മതേതര മുഖമാണ്. ആ മുഖം വികൃതമാക്കിയെന്ന് മാത്രമല്ല, ഈ സമൂഹത്തെ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാനുള്ള പച്ചയായ നിലപാട് പിണറായി എന്ന് സ്വീകരിച്ചു തുടങ്ങിയോ അന്ന് തുടങ്ങി LDFൻ്റെ അടിത്തറ ഇളകാൻ. അത് UDF മാത്രമല്ല അതിന് പ്രതികരിക്കാം. CPM സഖാക്കൾ, പച്ച സഖാക്കൾ, പാവപ്പെട്ട തൊഴിലാളികൾ, അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ എന്താ പറയുക, ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്ര വലിയ തൊഴിലാളി വിരുദ്ധ നിലപാട് ഒരു ഗവൺമെൻറ് സ്വീകരിച്ചായിട്ട് ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. അത്ര തൊഴിലാളി വിരുദ്ധ നിലപാട്. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ പിണറായിക്ക് അലർജിയായി. മനസ്സിലായോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ അധപ്പതിക്കുമോ? അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞിട്ട് വാസവൻ മന്ത്രി എന്താ പറയുക കെട്ടിപ്പിടിക്കുകയാണ്. അദാനിമാരെ കെട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോവുകയും തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ ഗന്ധം ദുർഗന്ധമാണ് എന്ന് തോന്നുകയും ചെയ്തൊരു കാലഘട്ടമാണ് കേരളം കടന്നു വന്നത്. അത് ഇവിടുത്തെ തൊഴിലാളികൾ മനസ്സിലാക്കുന്നുണ്ട്. ആ തൊഴിലാളി സഖാക്കൾ ഈ പറയുന്ന മുതലാളിത്ത പിണറായിക്കെതിരെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായി ഇടപെടും, ശക്തമായി വോട്ട് ചെയ്യും. താങ്കളുടെ ഒരു പ്രസക്തി താങ്കൾ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണോ മലപ്പുറത്തെ ഒരു ക്ലീൻ സ്വിപ്പ് UDF ഉന്നയിച്ചത്? അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടല്ലോ. പിണറായി എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. 2016, 2021 വരെ ഉള്ളൊരു കാലഘട്ടം നമ്മൾ കഴിഞ്ഞൊരു 50 വർഷം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരേ പിണറായിയാണ്. അത് വർഗീയ ഫാസിസ്റ്റ് നിലപാടിനെതിരാണ്. തൊഴിലാളി വർഗ അനുകൂലമായിരുന്നു. 21 എന്ന് ഈ പറയുന്ന മരുമകൻ ഈ പാർട്ടിയിലെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നു അന്ന് തുടങ്ങി ഈ പാർട്ടിയുടെ നാശം. അതാണല്ലോ ഇപ്പോൾ കോഴിക്കോടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിന് കീഴൊതുങ്ങിയ പിണറായി ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വർഗീയ പാർട്ടികളുമായി സന്ധി ചെയ്തു. അത് കേരളത്തിലെ ജനം പച്ചയായി തിരിച്ചറിഞ്ഞു. അതിനുള്ള പ്രതികരണം തെരഞ്ഞെടുപ്പിലുണ്ടായി. ഒരു തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വരാനൊക്കെ അതിന് മുമ്പോടിയാണ് UDFിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ TMCൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? വളരെ ഉഷാറായിട്ട് TMCയുടെ എല്ലാ പ്രവർത്തകരും നമുക്ക് കഴിയുന്ന എല്ലാ ശക്തിയും ഉപയോഗിച്ച് പിണറായിസത്തെ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ പരാജയപ്പെടുത്താനുള്ള എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. തന്നെയാണ് അദ്ദേഹം പറയുന്നത്. UDFിനൊപ്പം സജീവമായി UDFിൻ്റെ ഭാഗമായി നിൽക്കും. അതോടൊപ്പം തന്നെ താൻ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യം UDF നേതൃത്വം തീരുമാനിക്കും. ക്യാമ്പയിനറായി തുടരാണെങ്കിൽ അങ്ങനെ തുടരും, മത്സരിക്കണമെങ്കിൽ അങ്ങനെ തുടരും എന്നുള്ള ഒരു കാര്യമാണ് PV അൻവർ പറയുന്നത്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1 മലപ്പുറം.